ഈ സർവേയിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം ആവേശമുള്ള BJP-ക്കാർ പുറത്ത് അല്ല, അവർക്ക് വേണമെങ്കിൽ ഈ MLA-മാർക്കെതിരെ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ വോട്ട് ചെയ്യാം, ഭരണവിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കാം. BJP-ക്കാരെ എങ്ങനെയാ പ്രതിനിധാനം മന്ത്രിയാവണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങളും നെഞ്ചെടുപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചെടുക്കേണ്ട മണ്ഡലങ്ങളാണ് കൂടുതൽ. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും കൊല്ലം ജില്ലയിലൊക്കെ ആണെങ്കിലും അവർ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെ MLA-മാരുടെ ജനകീയത വർദ്ധിച്ചാൽ, ഇതിൽ വോട്ടിംഗ് പാറ്റേണിൽ അവരുടെ ജനകീയത വലിയ തോതിൽ വർദ്ധിച്ചാൽ അവർക്ക് പിടിച്ചെടുക്കാനുള്ള കോൺഫിഡൻസ് കുറയും. പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട്ട്, ഞാൻ മലബാറിൽ നോക്കുമ്പോൾ കോഴിക്കോട്ട് 13 സീറ്റുകളുണ്ട്. ആ 13 സീറ്റിൽ രണ്ടിടത്ത് കൊടുവള്ളിയിലും അതുപോലെ തന്നെ വടകരയും മാത്രമേ UDF-ന്റെ കൈവശമുള്ളൂ. അവർ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത്, നോർത്ത്, പേരാമ്പ്ര, നാദാപുരം, കുറ്റ്യാടി, ഈ മണ്ഡലങ്ങളൊക്കെ. ഇപ്പൊ ഇവിടെയൊക്കെ കുറ്റ്യാടിയിൽ കുഞ്ഞാമുട്ടി മാസ്റ്ററുടെ ജനകീയത എത്ര വർദ്ധിച്ചു നിൽക്കുമ്പോൾ പാറക്കൽ അബ്ദുള്ള ഒന്ന് ഭയക്കണം എന്നുള്ളത് നമുക്ക് വളരെ പറയാൻ പറ്റും. ഈ MLA-മാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് UDF-നെ സംബന്ധിച്ചൊരു ചാലഞ്ച് മുന്നിലുണ്ടെങ്കിൽ തന്നെയും അവരുടെ രാഷ്ട്രീയ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് വിജയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കുള്ള വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിനകത്ത് 12% ആളുകൾ ആ വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ യാത്രയും സമീപകാലത്ത് അദ്ദേഹം നടത്തിയ എല്ലാ പരാമർശങ്ങളും പ്രസംഗങ്ങളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞ കാര്യം വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും UDF-ന്റെ ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് രസതന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ആ പ്രചരണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും നമ്മൾ സർക്കാരിനെതിരായ വിഷയങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച 19 വിഷയങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ UDF-ന്റെ രാഷ്ട്രീയ ക്യാമ്പയിൻ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നിലപാടുകൾക്ക് വോട്ട് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. 5ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, യങ്സ്റ്റേഴ്സിനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ കാറ്റഗറി തിരിക്കാൻ പറ്റിയില്ല എന്ന് ഷഫീഖ് പറയുമ്പോഴും ഈ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും യങ്സ്റ്റേഴ്സിന്റെ വലിയ രീതിയിലുള്ള വികസനം, വർഗീയത, ഇത് രണ്ടും നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം വർഗീയതയോടുള്ള ഒരു വിയോജിപ്പും വികസനത്തോടുള്ള താല്പര്യവും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. സ്വാഭാവികമാണ്. പുതിയ ജനറേഷനാണ്. ഒരിക്കലും വർഗീയതയോട് സമരസപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. വികസനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ മറ്റ് സംസ്ഥാനങ്ങളുമായി, മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോവുക, വിദേശ രാജ്യങ്ങൾ അവിടെ തന്നെ താമസിക്കാൻ, ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹമാണ് അവർക്ക്. അപ്പോൾ അതുപോലെ കേരളവും മാറണമെന്ന് സ്വാഭാവികമല്ല ആഗ്രഹം. യുവാക്കൾ മാത്രമല്ല നമ്മളെ വോട്ടേഴ്സ് എന്ന് പറയും. നമ്മുടെ വീട്ടിലെ സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വോട്ടർമാർ പൊതുജനത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും ഒക്കെ വിഷയം തന്നെയാണ്. ഞാൻ ചോദിക്കാൻ വന്ന റോഷി, ലൈംഗിക ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്താക്കി മുഖം രക്ഷിച്ചിട്ടുണ്ട് UDF. അത് ഗുണം ചെയ്യുമെന്നാണോ ഈ സർവേയിലെ ലൈംഗിക ആരോപണം? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസ് അത് സാധാരണ ഒരു ലൈംഗിക ആരോപണം, ഒരു താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു കേസായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അത് ആളുകൾ അതിനേക്കാൾ പ്രാധാന്യമുള്ള വിഷയമായി വികസനവും മറ്റും കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിൽ UDF അതിൽ ഇതുവരെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അതിൽ കോൺഗ്രസ് നേതൃത്വം തുടക്കത്തിൽ തന്നെ റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിട്ടപ്പോൾ കൂടുതൽ ആലോചിച്ചില്ല. അതിൽ വിശദീകരണം പോലും ചോദിക്കാതെ നടപടിയെടുത്തു. അതെ, വിശദീകരണം പോലും ചോദിക്കാതെ അല്ല, ഇപ്പൊ ഈ ട്രെൻഡ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 ദിവസം കൊണ്ടുള്ള നമ്മളുടെ ഒരു 1/4 കോടിയോളം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. നമ്മൾ മുന്നോട്ട് വെച്ച എല്ലാ ചോദ്യങ്ങൾക്കകത്ത് നമ്മൾ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടന്നിട്ടില്ല. നമ്മളിപ്പോൾ പുറത്തുവിടാത്ത ധാരാളം ചോദ്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. അത്തരം ചോദ്യങ്ങളുടെയൊക്കെ വിവരങ്ങൾ വരും ദിവസങ്ങളിലുള്ള ഷോകളിൽ നമുക്ക് അറിയിക്കും. ഇത് ഉറപ്പായിട്ടും ഇപ്പം 25 ലക്ഷം ആളുകൾ ഇത് സന്ദർശിച്ചു കഴിഞ്ഞു. അതിൽ 8 ലക്ഷം മാത്രമാണ് വോട്ട് ചെയ്തത്. എനിക്ക് തോന്നിയത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 10-15 ലക്ഷം ആളെങ്കിലും വോട്ട് ചെയ്യാനുള്ള ഇതിൽ അസന്നിഗ്ധമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയോ? റിപ്പോർട്ടർ TVയുടെ ജനകീയത കൂടി എന്നുള്ളതാണ്. ഈ MLA-മാരുടെ ജനകീയത. ഇത്രയും ആളുകൾ 4 ദിവസത്തിനകം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ TV ഒരു സർവേ സംഘടിപ്പിക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കും എന്ന് കരുതി ഇതിൽ പങ്കെടുക്കുന്നവരാണ്. ഇതൊരു ഉടായ്പ സർവേ ആണെന്ന് കരുതുന്ന ആൾക്കാർ ഇതിലേക്ക് പങ്കെടുക്കാൻ വേണമെന്നില്ല. UDF LDF വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ സർവേയുടെ ഒരു വിശ്വാസ്യതയാണ്. ഇനിയും ഏതാണ്ട് ഈ മാസം അവസാനിക്കാൻ 13 ദിവസമുണ്ട്. എന്നാൽ ഈ മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
നിലവിലെ സാഹചര്യത്തിൽ പ്രസാദ് പറഞ്ഞ പോലെ പ്രവചനാതീതമാണ്. കടുത്ത പോരാട്ടം നമ്മുടെ സർവേയിൽ നടക്കുന്ന ഒരു സംശയവുമില്ല. കാരണം വികസനം ആഗ്രഹിക്കുന്നുണ്ട്, ശബരിമല വിഷയമുണ്ട്, അങ്ങനെ എല്ലാ ജനകീയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. യുവാക്കളായിരിക്കും ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഈ സർവേയിൽ പങ്കാളികളായത്. ഇനി അടുത്ത ഘട്ടം അങ്ങനെ ആയിരിക്കില്ല, എല്ലാവരും പങ്കാളി. രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചേർക്കുന്ന പോലെ വേണമെങ്കിൽ ഈ സർവേയിൽ ആളുകളെ പങ്കെടുപ്പിക്കും. SIR-ന്റെ പ്രവർത്തനം പോലെ സർവേയിൽ പങ്കാളികളാണ്. കുറച്ചുകൂടി എനിക്കൊരു ആക്യുറസി ഉള്ളതുപോലെ തോന്നുകയാണ്. കറക്റ്റ് ആയിട്ടും സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ആ കാണുന്ന ആ പെർസെന്റേജ് പോയിരിക്കുന്നത്. ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ക്രമം അനുസരിച്ച് നോക്കിയാൽ സ്ത്രീകളുടെ പങ്കാളിത്തം. ഇനി ബാക്കിയുള്ള 110 MLA-മാരും മാനം രക്ഷിക്കാനുള്ള പോരാട്ടം. അതാണ് തീർച്ചയായും. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ എല്ലാവരും വോട്ട് ചേർക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും ഇനി റിപ്പോർട്ടർ സർവേയിൽ. QR കോഡ് നമുക്ക് കാണാം സ്ക്രീനിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വോട്ട് ചെയ്യുക നിങ്ങളുടെ MLA-മാർക്ക്. ഇത് ആദ്യ 30 MLA-മാരെ കുറിച്ചുള്ള, അതായത് ഈ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് 3:30 വരെയുള്ള കണക്കാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചത്.